ഓം ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു. परमेश पार्वतीश मुकुन्द प्रिया. हर हर शिव शिव एट्टुमानूरप्पा शम्भो. परमेश पार्वतीश मुकुन्द प्रिया. ഏറ്റുമാനൂർ വാണിടുന്ന ഘോരമൂർത്തി ചരിതം ഏകദന്ത ചൊല്ലിടുവാൻ കൃപയേകണേ. ത്രിമൂർത്തികൾക്കധിപതി ഉമാപതി പശുപതി ത്രിലോകത്തിൻ മഹാഗുരു ദക്ഷിണാമൂർത്തി. അറിവുള്ളിലോളം തന്നനുഗ്രഹിച്ചിടണമേ. അടിയന്റെ അജ്ഞാനങ്ങൾ പൊറുത്തിടണേ. വിരൂപാക്ഷൻ ത്രിപുരാരി സംഹാര താണ്ഡവമൂർത്തി ശരഭമായുഗ്രരൂപമവതരിച്ചു. പുരന്തര നിഗ്രഹത്തിനെത്തും നരസിംഹമൂർത്തി ശരഭത്താൽ ശാന്തമായ സൽക്കഥാമൃതം. വഞ്ചിപ്പാട്ടിൻ താളത്തോടെ നെഞ്ചിലൂറും ഭക്തിയോടെ പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലി സ്തുതിച്ചിടുന്നു. ദേവഹീത നിയോഗേന ദിവ്യജ്ഞാന യോഗീന്ദ്രന്മാർ ദേശകാലഭേദമന്യേ സഞ്ചരിക്കുമ്പോൾ ശിവതിരുജട കണ്ടു വില്വമംഗലത്തു സ്വാമി. ശിവ ശിവ മഹിമകൾ ഗ്രഹിക്കാൻ വേണ്ടി ഹരിത വില്വ വൃക്ഷങ്ങൾ കുളിർ ചൊരിഞ്ഞിടും ദേശം. ഹരിണാരണ്യത്തിലൂടെ തെരഞ്ഞിടും നാട്. പണ്ടു ലോമ മഹർഷികൾ തെന്നി വീണു സ്നാനവേള കണ്ടു ചിലർ കളിയായി ചിരിക്കയാലേ. ജനഹാസ്യനായ മുനിയോരായിരം വർഷത്തോളം ജനവാസം വരായെന്നു ശപിച്ചതോർത്തു. ഘോരവ്യാഘ്രസിംഹ ഗജ സുകരാദി മൃഗങ്ങളാൽ ഘോരാരണ്യമായി തീർന്നു ഹരിണപുരം. സഹസ്രാബ്ദം പിന്നിട്ടപ്പോൾ വില്വമംഗലത്തു സ്വാമി സത്യോജാതൻ കൃപാവശാൽ അവിടെയെത്തി. തിരുകേശമഴിഞ്ഞുടഞ്ഞടവിയിൽ പരന്നതു തൊഴുകൈകളാലെ കണ്ടു നമസ്കരിച്ചു. അംഹികളാൽ സ്പർശിക്കാതെ ആദിനാഥ ഭക്തനപ്പോൾ അജ്ഞസശയന പ്രദക്ഷിണവും ചെയ്തു. മന്ദാകിനിധരനുടെ മൗലിയിൽ ബാലേന്ദു കണ്ടു. മന്ദാര പുഷ്പങ്ങൾ കർണികാരവും കണ്ടു. ഫലദേശ ഭസ്മക്കൂറി നീടിലാഗ്നി മധ്യേ കണ്ടു. ലോലനേത്രങ്ങളിൽ കൃപ കടാക്ഷം കണ്ടു. ചാരുസ്മിതം തൂക്കിടുന്ന വദനാംബുജവും കണ്ടു. ചേതോഹരം ശ്രുതി മീട്ടും തോടകൾ കണ്ടു. കണ്ഠമണ്ഡനമണിഞ്ഞ വാസുകി സർപ്പത്തെ കണ്ടു. കണ്ഠേ ഹാലഹലം ഹാരം രുദ്രാക്ഷം കണ്ടു. കായാമ്പൂവർണ്ണനോടൊത്ത കളേബര ഛായ കണ്ടു. കരങ്ങളിൽ കപാലം ത്രിശൂലാദി കണ്ടു. മതംഗ വ്യാഘ്രചർമ്മങ്ങൾ വസനങ്ങളായി കണ്ടു. മഹാദേവൻ പാതേ നാഗത്തളയും കണ്ടു. ഏണം മഴുവരദ ഭയങ്ങൾ ചതുർബാഹുക്കളാൽ ഏണാംഗശേഖരൻ മുൻപിൽ പ്രത്യക്ഷനായി. ശയന പ്രദക്ഷിണത്താൽ പരമാനന്ദം ലഭിച്ചു. നയനാനന്ദാമൃതത്തെ നുകർന്നുകൊണ്ട് പോറ്റി മഹാദേവ ദേവ ദിഗംബര വിശ്വ
ഏറ്റുമാനൂരെന്നു വന്നു പുണ്യദേശം അത്രിസൂതാകാന്തനുടെ ഇച്ഛയെന്നോണം ശിവലിംഗം കണ്ടെടുത്തു പുനർപ്രതിഷ്ഠയും ചെയ്തു ദിവ്യചാപ സരസിലെ തീർത്ഥമെടുത്തു അഭിഷേകവും കഴിച്ചു അഘോരമൂർത്തിക്കു സ്വാമി അതിദ്രുതം നിവേദ്യവും കഴിച്ചുവല്ലോ അഞ്ജനശിലയിൽ തീർത്ത ചതുർബാഹു വിഷ്ണു രൂപം അഖണ്ഡനാമം ജപിച്ചു പ്രതിഷ്ഠ ചെയ്തു ഹര ഹര ശിവ ശിവ ഏറ്റുമാനൂരപ്പ ശംഭോ പരമേശ പാർവതീശ മുകുന്ദ പ്രിയ ഹര ഹര ശിവ ശിവ ഏറ്റുമാനൂരപ്പ ശംഭോ പരമേശ പാർവതീശ മുകുന്ദ പ്രിയ ഏറ്റുമാനൂർ ക്ഷേത്രോൽപത്തി ഐതിഹ്യങ്ങൾ മഹാത്മ്യങ്ങൾ ഏകകണ്ഠമായൊന്നല്ല എന്നറിഞ്ഞാലും ഖരപ്രകാശനെന്നൊരു ശിവഭക്ത മഹർഷിക്കു ഹരിണപുരമായുള്ളൊരഭേദ്യബന്ധം ഒരിക്കൽ മുനിവരനും പ്രിയ ശിഷ്യൻ പിംഗലനും ഗുരുദക്ഷിണയ്ക്കു വീണ്ടും ദ്രവ്യത്തിനായി നാരായണൻ നളിനാക്ഷൻ കാമാരിയെ പൂജിക്കവേ പാരിൽ നിന്നും യോഗി വര്യൻ വൈകുണ്ഠമെത്തി വൈകുണ്ഠനാഥനും അപ്പോൾ പ്രീതനായി പിംഗലനു വൈരം സ്വർണധനാദികളാവോളം നൽകി കൈലാസേ ഗമിച്ചിടേണം ഗൗരീശനെ വണങ്ങേണം കൈവല്യമതിനാൽ വരുമനുഗ്രഹിച്ചു ഖരൻ മുൻപിൽ പ്രത്യക്ഷനാം മഹാദേവനപ്പോൾ മുനി ഗുരുദക്ഷിണ ലഭിച്ച രത്നങ്ങളാലേ പൂജ ചെയ്തു സന്തുഷ്ടനാം ഭൂലോകനാഥനന്നേരം പ്രഖ്യാതമൂന്നു ശിവലിംഗവും നൽകി ഇടം വലം കൈകളിലും കഴുത്തിലിടുക്കിക്കൊണ്ടും ഇടനെഞ്ചിൻ തുടിയോടെ യാത്ര തുടർന്നു അഭീഷ്ടവരപ്രദനമർദ്ധനാരീശ്വരനുടെ ആശ്രിത വാത്സല്യമോർത്തു സഞ്ചരിക്കുമ്പോൾ വലം കയ്യിൽ വിഗ്രഹത്തെ താങ്ങിടുവാൻ വയ്യാതായി വൈക്കത്തു വച്ചൽപനേരം വിശ്രമിച്ചല്ലോ അവിടുന്നു ശിവലിംഗമിളകിലയ ശരീരി അവിടമാണഷ്ടമൂർത്തിക്ക് അഭീഷ്ടമെന്നും വലിയ ശിവലിംഗത്തെ വൈക്കത്തു പ്രതിഷ്ഠ ചെയ്തു വ്യാഘ്രപാദ മഹർഷിയെ പൂജയേൽപ്പിച്ചു കഴുത്തിലിടുക്കിയതു കടുത്തുരുത്തി പ്രതിഷ്ഠ കഴിച്ചു മറ്റതുമായി യാത്ര തുടർന്നു ഇടം കയ്യിലേതു ഖരനേറ്റുമാനൂർ പ്രതിഷ്ഠിച്ചു ഇവ മൂന്നും ഒരേ നേരം എന്നും ചൊല്ലുന്നു അഘോരമൂർത്തിയാം ശിവൻ പടിഞ്ഞാറു ദർശനവും അംബുജാക്ഷൻ തൃക്കോവിലിൽ കിഴക്കോട്ടേക്കും ദുഷ്ടവ്യാധി അപസ്മാരം ഭൂതബാധയ്ക്കഘോരവും ഇഷ്ടഭക്തജനങ്ങൾക്ക് ഭീഷ്ടവരവും വിശ്വവിഖ്യാതമായിടും അഘോരമൂർത്തി പ്രതിഷ്ഠ വിശ്വംഭര ഗംഗാധര വിഷ്ണുവല്ലഭ കഷ്ടതകൾ നീങ്ങിടുവാൻ